നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് കേരള ടൂറിസത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗ്രഹങ്ങളുടെ സ്വക്ഷേത്രങ്ങളെ കുറിച്ചാണ് പഠിച്ചത്. ഇനി നമുക്ക് ഗ്രഹങ്ങളുടെ മൂലക്ഷേത്രം ഏതാണ് എന്ന് മനസ്സിലാക്കാം. എല്ലാ ഗ്രഹങ്ങൾക്കും സ്വക്ഷേത്രത്തിൽ അഥവാ സ്വന്തം വീട്ടിൽ പകുതി ബലവും മൂലത്രികോണ രാശിയിൽ മുക്കാൽ ബലവും ഉണ്ടായിരിക്കും. സ്വക്ഷേത്രം ഗ്രഹങ്ങളുടെ വീടാണ് എങ്കിൽ മൂലത്രികോണം തറവാടാണ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ സ്വക്ഷേത്രത്തിൽ നൽകുന്നതിനേക്കാൾ കൂടുതൽ ബലം ഗ്രഹങ്ങളുടെ മൂലക്ഷേത്രത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ രാശിയും മൂലക്ഷേത്രമാണ്. അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. സൂര്യന് ചിഹ്നം രാശിയാണ് മൂലക്ഷേത്രം. ചന്ദ്രന് ജഡവും, ബുധന് കന്നിയും, വ്യാഴത്തിന് ധനുവും, ശുക്രന് തുലാം രാശിയും, ശനിക്ക് കുംഭം രാശിയും മൂലക്ഷേത്രമാണ്. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി രാശിചക്രത്തിൽ എഴുതി കാണിക്കാം. ഇതില് സൂര്യന് ചിഹ്നം രാശി മൂലക്ഷേത്രം എന്ന് പറഞ്ഞുവെങ്കിലും ചിഹ്നം രാശി മുഴുവനും സൂര്യന് മൂലക്ഷേത്രമല്ല. ഒരു രാശി എന്നത് 30 ഡിഗ്രിയാണ് എന്ന് നമ്മൾ മുൻപ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ ചില ഭാഗങ്ങൾ വരെയാണ് ഗ്രഹങ്ങൾക്ക് മൂലക്ഷേത്രാവകാശം ഉള്ളത്. നമുക്കൊന്ന് വിശദമായി നോക്കാം. സൂര്യന് ചിഹ്നം രാശിയിൽ 20 ഡിഗ്രി വരെയാണ് മൂലക്ഷേത്രാവകാശം ഉള്ളത്. ചന്ദ്രന് ഇടവം രാശിയിൽ ആദ്യത്തെ 3 ഡിഗ്രിക്ക് ശേഷം 30 ഡിഗ്രി വരെയുള്ളതായിരിക്കുന്ന 27 ഡിഗ്രിയും മൂലക്ഷേത്രമാണ്. ചൊവ്വയ്ക്ക് മേഘരാശിയിൽ ആദ്യത്തെ 12 ഡിഗ്രി വരെയാണ് മൂലക്ഷേത്രം. ബുധന് കന്യരാശിയിൽ 15 ഡിഗ്രി മുതൽ 20 ഡിഗ്രി വരെയുള്ളതായിരിക്കുന്ന 5 ഡിഗ്രി ഭാഗമാണ് മൂലക്ഷേത്രം. വ്യാഴത്തിന് ധനുരാശിയിൽ ആദ്യത്തെ 10 ഡിഗ്രി വരെ, ശുക്രന് തുലാം രാശിയിൽ ആദ്യത്തെ 5 ഡിഗ്രി വരെ, ശനിക്ക് കുംഭം രാശിയിൽ ആദ്യത്തെ 20 ഡിഗ്രി വരെയും മൂലക്ഷേത്രമാണ്. അങ്ങനെ വരുമ്പോൾ സൂര്യൻ ചിഹ്നം രാശിയിൽ ആദ്യത്തെ 20 ഡിഗ്രിക്കുള്ളിലാണ് നിൽക്കുന്നത് എങ്കിൽ സൂര്യൻ തന്റെ മൂലത്രികോണ രാശിയിലാണ് എന്ന് മനസ്സിലാക്കണം. ആ സൂര്യന് 75% ബലമുണ്ട് എന്ന് മനസ്സിലാക്കണം. ഇപ്രകാരം ബലവാനായ സൂര്യൻ തന്റെ ഗുണങ്ങളെ മുഴുവൻ അതിനനുസരിച്ച് ജാതകത്തിന് കൊടുക്കുന്നതാണ്. ഇങ്ങനെ ഓരോ ഗ്രഹങ്ങളെയും നമുക്ക് ചിന്തിക്കണം. ഗ്രഹങ്ങളുടെ മൂലക്ഷേത്രങ്ങൾ ഏതൊക്കെയാണ് എന്നും അത് എത്ര ഡിഗ്രി വീതമുണ്ട് എന്ന് മനസ്സിലാക്കി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഗ്രഹങ്ങളുടെ ഉച്ചനീച രാശികൾ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കാം. നന്ദി, നമസ്കാരം.
എല്ലാ ഗ്രഹങ്ങളുടെയും നീചരാശിയും ഉച്ചരാശിയും മനസ്സിലാക്കി. മേടരാശിയാണ് സൂര്യന്റെ ഉച്ചരാശി എന്ന് പറയുന്നത്. മേടരാശിയിൽ 10 ഡിഗ്രി വരെ അത്യുച്ചമാണ്. അതായത് ഉച്ചത്തിനേക്കാൾ നല്ല രീതിയിൽ കലർപ്പെന്നാണ് പറയുന്നത്. ഒരു രാശി എന്നത് 30 ഡിഗ്രിയാണ് എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഓരോ ഗ്രഹങ്ങൾക്കും ഉച്ചരാശികളുടെ പ്രത്യേക ഡിഗ്രി വരെ അത്യുച്ച കലർപ്പുണ്ടായിരിക്കും. അതിങ്ങനെയാണ്: സൂര്യന് മേടത്തിൽ 10 ഡിഗ്രി വരെയാണ് അത്യുച്ചം, ചന്ദ്രന് ഇടം രാശിയിൽ 3 ഡിഗ്രി വരെ, ചൊവ്വയ്ക്ക് മകരരാശിയിൽ 28 ഡിഗ്രി വരെ, ബുധന് കന്നി രാശിയിൽ 15 ഡിഗ്രി വരെ, വ്യാഴത്തിന് കർക്കിടക രാശിയിൽ 5 ഡിഗ്രി വരെ, ശുക്രന് മീനം രാശിയിൽ 27 ഡിഗ്രി വരെയും, ശനിക്ക് തുലാം രാശിയിൽ 20 ഡിഗ്രി വരെയും അത്യുച്ചകരമുണ്ട്. ഉച്ചരാശിയുടെ 7ാം രാശിയാണ് നീചരാശി എന്ന് കണക്കാക്കിയതുപോലെ ഗ്രഹങ്ങളുടെ രാശിയിൽ 8 ഡിഗ്രി വരെയാണ് അത്യുച്ചം പറയുന്നത്. അതേ ഡിഗ്രി വരെ അതിമുഖം എന്ന അവസ്ഥയും പറയുന്നു. അതായത് മേടം രാശിയിൽ 10 ഡിഗ്രി വരെ സൂര്യന് അത്യുച്ചം എന്ന് പറയുമ്പോൾ തുലാം രാശിയായ നീചരാശിയിൽ 10 ഡിഗ്രി വരെ സൂര്യന് അഭിമുഖ്യമുണ്ട് എന്ന് മനസ്സിലാക്കി. അത്യുച്ചതരാണെങ്കിൽ ഗ്രഹം ഏറ്റവും ബലവാനാണ് എന്നും അത് നീചരാശിയിലാണെങ്കിൽ ഗ്രഹത്തിന് തീരെ ബലമില്ല എന്നും മനസ്സിലാക്കി. നല്ല ബലമുള്ള ഗ്രഹങ്ങൾ ശുഭകരങ്ങളും ബലമില്ലാത്ത ഗ്രഹങ്ങൾ അശുഭകരങ്ങളുമാകുന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഗ്രഹങ്ങളുടെ പ്രകാശനം നിർണ്ണയിക്കുവാൻ ഉച്ചനീച രാശികളെ കുറിച്ച് അറിയുന്നത് അത്യാവശ്യം തന്നെയാണ്. ഈ വീഡിയോ മനസ്സിലാക്കും വരെ 3-4 തലങ്ങളായി കാണുക, മനസ്സിൽ ഉറപ്പിക്കുക. അടുത്ത ക്ലാസ്സിൽ ഗ്രഹങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. നന്ദി, നമസ്കാരം. നമസ്കാരം. ആദ്യ കർഷകർക്ക് കേരള ടൂറിസത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗ്രഹങ്ങളുടെ ഉച്ചനീച രാശികളെ കുറിച്ച് മനസ്സിലാക്കി. ഇന്ന് നമുക്ക് നവഗ്രഹങ്ങളെ അറിയാം. സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, രാഹു, കേതു. ഈ 9 ഗ്രഹങ്ങളെയാണ് ജ്യോതിഷത്തിൽ നവഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു സംശയം നമ്മുടെ മനസ്സിൽ വരും. നമ്മൾ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിച്ചത് ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ. ഈ 9 എണ്ണമാണ് ഗ്രഹങ്ങളെന്നും സൂര്യൻ ഒരു നക്ഷത്രമാണ് എന്നും ചന്ദ്രൻ ഭൂമിയുടെ ഉപഗ്രഹമാണ് എന്നുമാണ് പഠിച്ചത്. അത് ശരി തന്നെയാണ്. ഭൂമിക്ക് ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരവും സ്ഥിതിയും നിമിത്തം ഭൂമിയിലെ ജീവജാലങ്ങൾക്കും സംഭവിക്കുന്ന ഗുണദോഷങ്ങളെ മനസ്സിലാക്കി തരുന്നതാണ് ജ്യോതിഷം. അപ്പോൾ ഭൂമിയിൽ നിന്നുമാണ് നമ്മൾ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ പട്ടികയിൽ നിന്ന് ഭൂമിയെ ഒഴിവാക്കി. മനുഷ്യരുടെയും ജീവജാലങ്ങളുടെയും ജീവിതത്തെ ഗ്രഹിക്കുകയും സ്വാധീനിക്കുകയും ചെയ്യുന്നവ എന്ന അർത്ഥത്തിലാണ് മേൽപ്പറഞ്ഞ സൂര്യചന്ദ്രാദികളായ 9 എണ്ണത്തെയും ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. നക്ഷത്രമായ